ഇന്ന് ഒരു കൊറിയർ വരും കേട്ടാ. ഒരു ചെറിയൊരു സർപ്രൈസ് ഉണ്ട് ഉമ്മാക്ക്. ഓ കേറി 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 അച്ഛന് കേറി. ഫീസ് അങ്ങനെ നമ്മുടെ ഐശ്വര്യമായിട്ട് അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ വെയിറ്റും ഹൈറ്റും കൂടെ ഒന്ന് നോക്കണം. അപ്പോൾ അതുകൂടെ നോക്കിയിട്ട് കറക്റ്റ് ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ രോഗി എവിടെയാണ് കൊണ്ടാടേ. ഫീസ് അങ്ങനെ തക്കിടുതോ അവിടെ ക്യൂ നിൽപ്പുണ്ട്. ഒരു പിച്ചാത്തി എടുത്തോണ്ട് ഓടിയോ. ഹായ് ഗീസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം ഗീസ്. അപ്പൊ രാവിലെ എണീറ്റ് ഇങ്ങനെ ഇരിക്കുവാണ്, വേറെ ഒന്നുമല്ല. ഇപ്പൊ സമയം ഇപ്പം 11:10 കേട്ടാ. അയ്യോ, ഒരു മിനിറ്റ് കൂടെ ആയാൽ 11:11 ആവും. അപ്പൊ രാവിലെ എണീറ്റ് ഇങ്ങനെ നിൽക്കുവാണ്. ഇനി പോണം, പല്ല് കഴിക്കണം, ഒന്ന് ഫ്രഷ് ആവണം. കഴിഞ്ഞ ദിവസം തന്നെ ഞാനൊരു ദൃഢ നിശ്ചയം എടുത്തിട്ടാണ് കിടന്നത്. അതായത് ഇന്ന് രാവിലെ എണീറ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. കാര്യം കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ലാസ്റ്റ് വീഡിയോയുടെ കമന്റ് സെക്ഷനൊക്കെ വായിച്ചിട്ടാണ് കിടന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ എനിക്ക് എന്തെങ്കിലും ഒരു ചലഞ്ച് തരാനായിട്ട്. ഒരുപാട് ചലഞ്ചസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ തിരഞ്ഞെടുത്ത കുറച്ച് ചലഞ്ചസ് ആണ് ഇതൊക്കെ. അപ്പൊ ഇതില് കൂടുതലും വന്നിട്ടുള്ളത് ബ്രോ 100 ദിവസം ജിമ്മിൽ പോ, അല്ലെങ്കിൽ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ബൾക്ക് ആവ്, 100 ദിവസം കൊണ്ട് 10 കിലോ കൂട്ട്, അങ്ങനെ ജിമ്മ് പരമായിട്ടുള്ള ഒരു സെക്ഷനും, അതുപോലെ തന്നെ ബ്രോ ഫ്യൂച്ചർ സെറ്റ് ആക്ക്, എന്തെങ്കിലും കോഴ്സ് പഠിക്കുക, അതോടൊപ്പം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും, അങ്ങനെ ആ ഒരു ഫ്യൂച്ചർ പരമായിട്ടുള്ള ഒരു സെക്ഷനും. അപ്പൊ ഈ രണ്ട് സാധനം ഞാൻ ഇന്നത്തേക്ക് എടുക്കുവാണ്. അപ്പൊ എന്തായാലും നല്ലൊരു ദിവസം തന്നെ ആയിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഇന്ന് തുടങ്ങുവാണ്. അപ്പൊ ഇന്ന് ഒക്ടോബർ 1, 11:11 സമയം. ഭയങ്കര എന്തോ എപ്പോഴും ഒന്നും എനിക്ക് അങ്ങനെ കിട്ടുന്ന സാധനമല്ല, എന്നാലും നല്ലൊരു സമയമോ നല്ലൊരു ദിവസം ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഞാൻ രണ്ടും കളിപ്പിച്ച് ഇറങ്ങുവാണ്. നമുക്ക് നോക്കാം എന്താവോ എന്ന്. പിന്നെ ഒരുപാട് പേര് എനിക്ക് തന്ന ചലഞ്ച് എന്ന് പറഞ്ഞാൽ ബ്രോ 10 മിനിറ്റുള്ള വീഡിയോയിൽ കുറച്ച് ഇടരുത്, അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മാക്സിമം ഞാൻ അതും കവർ ചെയ്യാൻ നോക്കും. എന്തായാലും ഞാൻ 2 ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങളോട്ട് പോകുന്ന മുമ്പ് ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം ഗൈസ്. അപ്പൊ ഇതാണ് എൻ്റെ ഉമ്മ ദേ ഇവിടെ ഇരുന്ന് പാക്ക് വിളിക്കുന്നുണ്ട്. ഉമ്മാക്ക് ഇതാണ് പണി. അതായത് തൊഴിലുറപ്പില്ലാത്ത സമയത്ത് എന്തെങ്കിലും ചെയ്യണം. അതുകൊണ്ട് ഉമ്മ ഇവിടെ ഇരുന്ന് പഴയ പാക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് പൊടിയാവുമെന്ന് വിചാരിച്ചിട്ട് കതവ് അടച്ചിട്ട് ഇതാ മാസ്ക് ഒക്കെ വെച്ചിരുന്ന് പാക്ക് വിളിക്കുവാണ്. നടക്കട്ടെ നടക്കട്ടെ. കഴിച്ചാ ഇന്ന് തന്നെ ചതിച്ച് എന്തിനാ ചേച്ചി? കിഴങ്ങ വെച്ചാണ്ട് ഉമ്മ കഴിച്ചു. അപ്പൊ ഞാൻ എന്തായാലും പോയി ഫ്രഷ് ആയിട്ട് വന്നിട്ട് ഫുഡ് കഴിക്കാം. കേസ് അങ്ങനെ പല്ലൊക്കെ തേച്ചിട്ടുണ്ട്. പല്ലൊക്കെ തേച്ചിട്ടാ നമ്മുടെ ഇവിടെ ടെഡി ഇവിടെ കിടപ്പുണ്ട്. ഞാൻ ഇപ്പൊ ഇതിന്റെ കൂടെയാണ് ഡെയിലി കിടക്കുന്നത്. അപ്പൊ ഇതിനൊരു പേര് വേണം, ഇതുവരെ പേരിട്ടിട്ടില്ല. അപ്പൊ നല്ല നല്ല പേരുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. ഉമ്മ ഇതാ പോകുന്നുണ്ട്. ഉമ്മ രാവിലെ എനിക്ക് കഴിക്കാനായിട്ട് ഇതാ കാപ്പിയായിട്ട് നല്ല കിഴങ്ങ് അവിച്ചതും, അതുപോലെ ഇതെന്തിനമ്മ മത്തിയല്ലേ മത്തി അവിച്ചതും, അതുപോലെ തന്നെ ചമ്മന്തിയാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഫുഡ് കഴിച്ചിട്ട് വരാം. ഉമ്മ എന്നെ ചതിച്ചിട്ട് നേരത്തെ കഴിച്ച്. പണ്ടൊരു ഉമ്മ ഉണ്ടായിരുന്നു, ഞാൻ എത്ര താമസിച്ച് എണീച്ചാലും എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഉമ്മ. കുഴപ്പമില്ല. ഇനിയിപ്പോ നമുക്ക് കഴിക്കും. കുറച്ച് മതി വേണ്ട, തിന്നിട്ട് എടുക്കാം. യെസ്, നിങ്ങളവിടെ മത്തി അവിച്ച് കഴിച്ചിട്ടുണ്ടോ? നല്ല രസമാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. കുറച്ച് വിട്ടേ. മതി പറഞ്ഞൊന്നും പറഞ്ഞോണ്ട് ഞാൻ ഇത്രയും കഴിക്കണല്ല. ചാറ് മതി കേസ്. ഇങ്ങനെ എടുത്ത് കുറച്ചൊരു മത്തിയാണ് ഇങ്ങനെ അവിച്ചതാണ് കേട്ടാ. കറി വെച്ചതോ പൊരിച്ചതോ അല്ല, ഇങ്ങനെ അവിച്ചതാണ്. ഇങ്ങനെ എടുത്തിരുന്നാണ്ട എടുത്ത് ചെറിയൊരു പുളിയൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. എന്തോ പറയാൻ വന്നായിരുന്നു, മറന്നു. കഴിച്ചിട്ട് വരാം. ഓർത്ത് പറയാൻ വന്ന വേറെ ഒന്നുമില്ല. സമയം 12 മണിയായി എന്നാണ് പറയാൻ വന്നത്. കാപ്പി കുടിക്കുന്ന ഈ സമയമായി. ഇനി അങ്ങോട്ട് പതിയെ സമയം കുറച്ച് വരണം. എന്തായാലും കഴിച്ചിട്ട് വരാം. ഞാൻ ഒറ്റയ്ക്ക് തിന്നുന്നത് കണ്ടിട്ട് ഉമ്മ പാവം എനിക്കൊരു കൂട്ട് തന്നിട്ടുണ്ട്. ഇതാ അല്ലേ അമ്മ? അങ്ങനെ എൻ്റെ മോൻ ഒറ്റയ്ക്ക് ഇങ്ങനെ തിന്നുന്നത് എങ്ങനെ ശരിയാവും? അപ്പോൾ എന്തായാലും എന്താ ചമ്മന്തി ഉണ്ട് കേട്ടോ. നമുക്ക് ചമ്മന്തിയും കൂടെ കൂട്ടി തിന്നാം. വെള്ള ചമ്മന്തിയാണ്. ഇങ്ങനെ എടുത്തിട്ട് കൊള്ളാം. അപ്പോൾ വീണ്ടും ഞാൻ കഴിച്ചിട്ട് വരാം. ഗീസ് അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വാപ്പ എന്നെ വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു നമ്മുടെ കാറിൻ്റെ ഒരു വീല് പഞ്ചറാണ്. വാപ്പ അത് പഞ്ചർ ഒട്ടിക്കാനായിട്ട് എടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞായിരുന്നു. അത് ഏത് വീലാണെന്ന് അറിയാൻ വയ്യ. വാപ്പ ഊരിക്കൊണ്ട് പോയാ അമ്മ വീല്? വേറെ ഇട്ടല്ലേ? ഓ ഗേസ്, ഇത് സ്റ്റെപ്പിന് വീലായിരുന്നു കേട്ടോ. ബാക്കിയുള്ള നോക്കി അറിയാം. ബാക്കിയെല്ലാം ബ്ലാക്ക് പെയിന്റ് അടിച്ചിട്ടുണ്ട്. ഇത് സ്റ്റെപ്പിന് കിടന്നതാണ്. അങ്ങനെ വാപ്പ രാവിലെ ഊരിയിട്ട് ഇതിട്ടിട്ടാണ് വാപ്പ മറ്റേ പഞ്ചറായ വീലും കൊണ്ട് പോയി കേട്ടോ. അപ്പോൾ ഓക്കെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി കല്ലറോട്ട് പോകണം. ജിമ്മിൽ അഡ്മിഷൻ എടുക്കണം. ഇന്ന് തന്നെ പോകണം. ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുക്കണം. പിന്നെ ഗേസ്
ഉമ്മ അവിടെ ഇരുന്ന് വാക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഒരു കൊറിയർ വരും കേട്ടോ, ഒരു ചെറിയൊരു സർപ്രൈസ് ഉണ്ട് ഉമ്മക്ക്. ഒരു ചെറിയൊരു കൊറിയർ വരും. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, ബിഗ് ബില്യൺ സെയിലൊക്കെ ആവുകൊണ്ട് ഞാനൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വരും. അപ്പോൾ എനിക്ക് എപ്പോഴാണ് അവർ വരണേന്ന് അറിയാൻ പറ്റത്തില്ല. ജസ്റ്റ് അതുകൂടെ വന്നിട്ട് സമയമുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകും, ഇല്ലെങ്കിൽ അവനെ വിളിച്ചിട്ട്, നമ്മുടെ ഒരു ഫ്രണ്ട് തന്നെയാണ് അവിടെ പഠിപ്പിക്കുന്നതും, അപ്പോൾ അവനെ വിളിച്ചിട്ട് ഇന്ന് ഷെഡ്യൂൾ ചെയ്യണം നാളത്തേക്കോ, അല്ലെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ്, ഉച്ചയായി ഏകദേശം 1 മണിയായി, ഒരു 2-3 മണിക്ക് മുമ്പ് സാധനം വരുവാണെങ്കിൽ നമ്മൾ ഇന്ന് തന്നെ പോയിട്ട് എല്ലാം ഞാൻ അക്സെപ്റ്റ് ചെയ്ത് 2 ചലഞ്ച് ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യും. നമുക്ക് എന്തായാലും ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യണം, മാക്സിമം ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യണം. കൊറിയർ വരും. അപ്പോൾ ആ കൊറിയർ വന്നിട്ട് ഉമ്മയുടെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. അപ്പോൾ എന്തായാലും ഗീസ് ഞാനൊന്ന് കല്ലറ വരെ പോവാം. കല്ലറ വരെ പോകണം, ജിമ്മിൽ അഡ്മിഷൻ എടുക്കണം. നാട്ടിൽ ഒരു ചെരുപ്പുമില്ലാത്ത 3 പിള്ളേർ. ഗീസ് എന്തെങ്കിലും ലക്ഷ്യമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും വേട്ടാവളിയന്മാർ വിളിച്ച് ക്ലബ്ബിൽ കൊണ്ടുവന്നിരുത്തണം. ഇനി കുറച്ചിട്ട് ഇവിടെ ഇരുന്ന് വെയിലൊക്കെ താന്നിട്ട് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലബ്ബ് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി കാണിച്ചു തരാം. ഗീസ് ഇതാണ് മാൻഷാദ, ഇതാണ് നമ്മുടെ ക്ലബ്ബ്. എല്ലാ നാട്ടിലും ചെറിയൊരു ക്ലബ്ബൊക്കെ കാണും, നമ്മുടെ നാട്ടിലെ ക്ലബ്ബാണ് ഇത്. ഇതാണ് നിതിൻ തക്കുടു. ഇത് പെണ്ണല്ല കേട്ടോ, ആണാണ്. അതുപോലെ തന്നെ ഇത് റിജാസ്. ഇതാണ് ആർക്കും ഇവിടെ വാ തുറക്കാൻ പറ്റത്തില്ല. അതാണ് അവസ്ഥ. എനിക്ക് തുറക്കാൻ പറ്റത്തില്ല ചില സമയത്ത്. ഇപ്പൊ അവന്മാര് ക്യാമറ ഓൺ ആയതുകൊണ്ട് ഒന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അപ്പൊ കുറച്ചു നേരം ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് വെയിലൊക്കെ തന്നിട്ട് നമുക്ക് പബ്ജി അല്ലേ, സോറി, ഫ്രീ ഫയർ പ്ലേ മരിച്ചു കിടന്ന് കളിക്കുന്നു. ഗേസ് അപ്പം നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പം നമ്മളെല്ലാവരും ഇവിടെ തന്നെ ഇരിക്കുകയാണ്. മഴ തോന്നിട്ട് വേണം എനിക്ക് പോവാൻ. നമ്മളിങ്ങനെ എന്തെങ്കിലും കാര്യം ഇങ്ങനെ ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ പല രീതിക്ക് പല സ്ഥലത്തുനിന്ന് പല ഇത് വരുന്നുണ്ട്. പക്ഷെ തളർത്താൻ പറ്റില്ല. അല്ലടാ അന്ന് ജിമ്മിൽ പോകൂലേ? ഇവന്മാർ രണ്ടുപേരും ചത്തിരിക്കുകയാണ്. രക്ഷകനായി ഇതാ റിജാസ്, രക്ഷകൻ. ഗേസ് അപ്പോൾ ഡെലിവറിക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ കല്ലറ ഇങ്ങോട്ട് വരുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കുറച്ച് മഴയും കാര്യങ്ങളൊക്കെ ആവുകൊണ്ട് കുറച്ച് ഡിലേ ആവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇതുവരെ ക്ലബ്ബിൽ ഇരിക്കുകയാണ്. സമയം 2:30 ആയിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ പോയില്ല. എന്തായാലും ഇനിയിപ്പോൾ അവർ വന്നിട്ട് അതും എടുത്തുകൊണ്ട് പോയി ഫുഡ് കഴിക്കാനാണ് ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നത്. ലേറ്റ് ആവുകയാണെങ്കിൽ നേരത്തെ ഫുഡ് കഴിച്ചിട്ട് നിൽക്കണം. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് നേരെ ജിമ്മിലോട്ടും പോകാനായിട്ട്. അഡ്മിഷൻ എടുക്കണം. ഇതിന് മുമ്പ് ജിമ്മിൽ പോയത് എറണാകുളത്ത് നിന്ന സമയത്താണ്. ഒരു 3 മാസമൊക്കെ കറക്റ്റ് 3-4 മാസം ഞാൻ കറക്റ്റായിട്ട് പോയായിരുന്നു. അപ്പോൾ പിന്നെ മടിയൊക്കെ ആയി, പിന്നെ അങ്ങ് ഇതായിപ്പോയി. എന്തായാലും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം എല്ലാം. ഒരു ഡെയിലി പോകാനായിട്ട് ഞാൻ ഒരു ചലഞ്ച് പോലെ എടുക്കുന്നുണ്ട്. ആദ്യം പോയി വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കണം, പിന്നെ കറക്റ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ച് എല്ലാം ഇനി അങ്ങോട്ട് റെഡി ആക്കണം. അതിൻ്റെ കൂടെ ആ കോഴ്സിൻ്റെ കാര്യം നോക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അവർ വിളിക്കുമ്പോഴത്തേക്ക് കാണാം. എന്നെക്കുറിച്ച് കുറ്റം പറയുന്നു. അത് ആരാ കുറ്റം പറച്ചിലെന്ന് പറഞ്ഞാൽ തന്നെ രമണിയമ്മ വന്നിരിക്കുന്നു. ഗേസ് അപ്പോൾ സമയം 3 മണിയായി. നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കാം. അവരിതുവരെ വന്നില്ല. എൻ്റെ സർപ്രൈസ്. ചോർ മീൻ പൊരിക്കാൻ വെച്ചേക്കണേ ഉള്ള 3 മണിയായി. 4 മണിയായി. സമയത്ത് ആഹാരം കഴിക്കാത്തത്. സമയത്തിന് തരൂല ഇവര്. സ്നേഹമില്ല. ഗേസ് അപ്പോൾ ഉച്ചയ്ക്കത്തെ 4 മണിക്കത്തെ ആഹാരം എന്ന് പറയുന്നത് ചോറ്, അതുപോലെ ഇത് കരിവാടല്ലേ, നമ്മളവിടെ കരിവാടെന്നാ പറയുന്ന, അല്ലെങ്കിൽ എന്തിനാ പറയാ, ഉണക്കമീൻ. ഉണക്കമീൻ. ഇതെന്തിരി കറി? ഇത് കഴുത്തങ്കയും ഇതിലും കരിവാടുണ്ട്. പിന്നെ എല്ലാം ഉണ്ട്. പിന്നെ മീൻ പൊരിച്ചതുണ്ട്, അതുപോലെ രാവിലത്തെ ചക്കയുണ്ട്, പിന്നെ ഞാൻ കഞ്ഞുള്ള. ഇതാണ് എൻ്റെ പ്രോട്ടീൻ ഷേക്ക്. അപ്പോൾ നമുക്ക് എന്തായാലും ചോറൊക്കെ തിന്നിട്ട് വരാം. കേസ് ഇമ്പോർട്ടൻ്റ് സാധനം മറന്നുപോയി. രസം ഇങ്ങനെ എടുക്കുക, ചോറിൽ അങ്ങോട്ട്. അയ്യോ കാണാൻ സോറി, ക്യാമറയിലായി പോയി കേട്ടോ. അതുകൊണ്ട് രസം വിത്ത് ചോറും കുറച്ച് ഉണക്കമീനും ഇങ്ങനെ കുറച്ച് കഴുത്തങ്കയും എല്ലാം കൂടെ ഇട്ട്. അയ്യോ കിഴങ്ങ് വേണ്ട, കിഴങ്ങ് ഇപ്പോഴും വേണ്ട. എല്ലാം കൂടെ ഇട്ട് ഇങ്ങനെ യമ്മി മമ്മി. അപ്പൊ ഞാൻ കഴിച്ചിട്ട് വരാം. എന്താടേ ഒരാള് താളപ്പെടാൻ നോക്കി, പക്ഷെ ആ താളത്തിൽ തിരിച്ചടിച്ച്. പാമ്പല്ലേ, സ്വാഭാവികം. ആ നിപ്പ് കണ്ട അറിയാം. സൗണ്ട് ഉയർത്തും. വീട്ടിനുള്ളിൽ കയറി സൗണ്ട് ഉയർത്തായിരിക്കും. ഗേസ് അപ്പൊ നമ്മള് ജിമ്മിലോട്ട് പോവാണ്. ഇവിടെ വരുന്നുണ്ടാ, ജിമ്മിൽ പോകാൻ വരുന്നുണ്ടാ? പറഞ്ഞൊരു ഗേസ് അപ്പൊ നമുക്ക് എന്തായാലും നേരെ കല്ലറോട്ട് പോകാം. കല്ലറ 2 ജിമ്മുണ്ട്.
നമുക്ക് 2 ജിമ്മിലും കയറി നോക്കാം. ഞാൻ ഇതുവരെ കളറത്തെ 2 ജിമ്മിലും കയറിയിട്ടില്ല. ഇവിടെ ലേറ്റായി ഉടുപ്പൊക്കെ ഇട്ടോണ്ട് ഒരുത്ത വരുന്നുണ്ട്. ആ ചന്തി കാണിച്ചപ്പോഴേ ഓടിയാ പെട്ടെന്ന് വന്ന് കയറി പെട്ടെന്ന് കയറി അവിടെ ബ്ലോക്കായി. നീ കിഴങ്ങനാണ് ലോക്കാക്കി ഫ്രണ്ട് കയറത്തില്ല. ഡ്രൈവർ സീറ്റ് കയറിയോ? കേറി ഗീസ്. അങ്ങനെ നമ്മളിപ്പോ കല്ലറ എത്തിയിട്ടുണ്ട്. ആദ്യം നമുക്ക് കല്ലറ നമ്മുടെ പമ്പിന്റെ അടുത്തൊരു ജിമ്മുണ്ട്. ജിമ്മിന്റെ പേരെന്താ? ജിമ്മിന്റെ പേരെന്തിരി? ജിമ്മിന്റെ പേരെന്തിനാണ്? അത് അങ്ങോട്ട് എന്നിട്ട് വായിക്കാം. അപ്പൊ നമുക്ക് എന്തായാലും ആദ്യം ആ ജിമ്മിനകത്ത് കയറി നോക്കാം. ഗീസ്, അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ജിമ്മ് കേട്ടോ. അൾട്ടിമേറ്റ് എന്നാണ് പേര്. നമുക്ക് എന്തായാലും അപ്പുറത്തും കൂടെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. അങ്ങനെ നമ്മൾ ജിമ്മ് കണ്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ജിമ്മ് എങ്ങനെ ഉണ്ടാ? ജിമ്മ് കൊള്ളാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ ഒരു ജിമ്മും കൂടെ ഉണ്ട്. നമ്മൾ 2 ജിമ്മ് ഇവിടെ കയറി നമ്മൾ 2 ജിമ്മ് ഇവിടുത്തെ കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും ഒരു ജിമ്മ് കണ്ട് ഞാൻ അടുത്ത ജിമ്മ് കൂടെ കണ്ടിട്ട് ഏതാണ് നമുക്ക് സ്യൂട്ടാവുന്നത് അതനുസരിച്ച് നമുക്ക് എന്തായാലും കയറാം. ആരൊക്കെ വരുന്നുണ്ടാ? നീ വരുന്നില്ലല്ലോ. നീ ജോലിക്ക് പോവില്ലേ? പട്ടിപ്പണിക്ക് പോവില്ലേ? ഞാനും അവനും ഇപ്പോൾ കൺഫേം ആണ്. ഇവ ഇപ്പോൾ ഒരു ജോലിക്ക് പോകുന്നുണ്ട്. സമയം നോക്കിയിട്ട് അവനും കാണും. പിന്നെ ഇവനെ കൊണ്ട് പിന്നെ അവിടെ തൂക്കാൻ ഒരാൾ വേണമെന്ന് പറഞ്ഞ് അത് അച്ചു പറ്റൂല. അവഗണന മാത്രമേ ഉള്ളൂ ബ്രോ. അവഗണന മാത്രം ഒരു ആൾ. അപ്പോൾ നമുക്കിനി അടുത്ത ജിമ്മും കൂടെ പോയി നോക്കിയിട്ട് അതിൻ്റെ പേരറിയാവോടാ? യെസ്, അവിടെയാണ് നമ്മുടെ അച്ചുണ്ണനും നമ്മുടെ അവിടെ ഉള്ള അണ്ണന്മാരെല്ലാവരും അവിടെയാണ് പോണത്. അപ്പോൾ നമുക്ക് എന്തായാലും അതുകൂടെ പോയി ഒന്ന് നോക്കാം. കേസ്, അങ്ങനെ നമ്മുടെ യാത്ര ജിം നമ്പർ 2 അപ്പോൾ ഇവിടെയും കൂടെ നോക്കിയിട്ട് നമുക്ക് ഏതെങ്കിലും ഒന്ന് കൺഫേം ചെയ്തിട്ട് അവിടെ കയറാം. എവിടെയായാലും ഞാൻ ഇന്ന് അഡ്മിഷൻ എടുത്തിട്ടേ പോകും. അല്ലടാ? അതെ, ഞാൻ അഡ്മിഷൻ എടുത്തിട്ടേ പോകുള്ളൂ. ഗേസ് ലൈഫ് സ്റ്റൈൽ എന്നാണ് ജിമ്മിൻ്റെ പേര്. ഗേസ്, ഇത് പണ്ട് പഴയ ഒരു ട്യൂട്ടോറിയൽ ആയിരുന്നു. ഞാൻ പണ്ട് ഇവിടെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ പഠിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഞാൻ പഠിച്ചിട്ടുണ്ട്. പണ്ട് ഇത് ട്യൂട്ടോറിയൽ ആയിരുന്നു. ഇപ്പോഴും ഉണ്ടോ? ഗേസ്, നമ്മളിവിടെ എത്തിയപ്പോൾ നമുക്കൊരു പേരെന്തായിരുന്നറാ? പേര് നിരൻ എന്നാണ് പറഞ്ഞത്. ചെറുക്കൻ ജിം എങ്ങനെയുണ്ടോ? ജിം എങ്ങനെയുണ്ടോ? സെറ്റാണ്. ഗേസ്, അപ്പം എന്തായാലും ജിം ഒന്ന് കറങ്ങി നോക്കിയിട്ട് വരാം. ഇതാണ് ഇവിടുത്തെ ജിം കേട്ടോ. ഗേസ്, നമ്മൾ ജിമ്മിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഇതേ അനിയൻ കല്ലറ കിടന്ന് കറങ്ങുന്നു. എവിടെ പോയടാ? പള്ളി പോയതാ? ഓ, കേറി അച്ഛന് കേറി ബോട്ടിന് കേറി അങ്ങനെ വണ്ടിയിൽ കേറിയിരുന്നേന് കേറി സ്പോട്ടിന് കിട്ടി. അങ്ങനെ ആമേനെ കിട്ടിയിട്ടുണ്ട്. പള്ളി പോയതാ? ശരി, കൊള്ളാം കേട്ടാ. ഇച്ചിരി മുടിയുള്ള കേസ്. അപ്പം നമ്മളിങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ്. ഇവിടെ കയറണം അവിടെ കയറണം, 2 ഒരേ കണക്ക് തന്നെയാണ്. അടിപൊളി ജിമ്മിൽ കൊള്ളാം. നീ എന്തെന്ന് വിചാരിച്ചാ? 2 കൽപ്പിച്ചാണ്. ചലഞ്ച് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. എന്റെ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് തന്ന ചലഞ്ച് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. അവരിന്നലെ പറഞ്ഞു നീ നമ്മളെ കോമ്പൗണ്ടില്ല, കോമ്പൗണ്ടല്ല, കമന്റ്. അപ്പൊ നമ്മളിങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. നമുക്ക് എവിടെ കയറണമെന്ന് തീരുമാനിച്ചിട്ട് പറയാം. കേസ്, അങ്ങനെ നമ്മള് 2 കളിപ്പിച്ച് നമ്മുടെ അൾട്ടിമേറ്റിലോട്ട് പോകാൻ പോവാണ്. അല്ലടാ? അച്ചു വാടാ, എല്ലാരും കൂടെ ഒരുമിച്ച് കയറാം. വാ അച്ചു, വാ അച്ചു. ഇപ്പൊ ആരൊക്കെ ആണത്തുള്ള ആരൊക്കെ ഉണ്ട്? ആണത്തോട്ട് വരാനുള്ള 1 എനിക്കുണ്ട് 3 നീ എന്ത് സോറിടാ, ഞാൻ കാണാത്തോണ്ടാണ്. അപ്പൊ നിനക്കില്ലേ ആണത്തമില്ലേ? നിങ്ങൾ പോയിട്ട് അത് കണ്ട് ഞാൻ വരണം. ഒരാഴ്ച ഞാൻ കറക്റ്റ് പോയാൽ നീ വരും. ഓക്കെ, എന്റെ വാശിയാണ്. അപ്പൊ ഞാൻ എന്തായാലും അഡ്മിഷൻ എടുക്കാൻ പോവുകയാണ്. ഫീസ് അങ്ങനെ നമ്മുടെ ഐശ്വര്യമായിട്ട് അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ വെയിറ്റും ഹൈറ്റും കൂടെ ഒന്ന് നോക്കണം. അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് പറയാം. ഗേസ്, ഇപ്പൊ സംഭവിച്ചത് ഇവന്മാരെല്ലാരും കൺവീൻസിങ് സ്റ്റാർ ആയി. അല്ലെ? എന്താടാ കറക്റ്റ് പറഞ്ഞേ? നിങ്ങൾ ജിമ്മിൽ പോ, ഞാൻ പിന്നാലെ വന്നോളാം. ഗേസ്, ഞാൻ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഗേസ്, അങ്ങനെ ഫസ്റ്റ് സാധനം ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ചലഞ്ച് കംപ്ലീറ്റ്. ഗേസ്, അങ്ങനെ ജിമ്മിന്റെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്.
കേസ് അപ്പൊ എന്തിനാ ചിരിക്കില്ല, എന്തിനാ ചിരിച്ചത്? കേസ് അപ്പൊ അത് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇവരെല്ലാരും പുച്ഛിക്കണതാണെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. നീ നാളെ എടുക്കൂലേ? ഗീസ് അപ്പൊ 1-2 പേരുണ്ട്. ആരും ഇല്ലെങ്കിലും ഒറ്റയ്ക്ക് ഞാൻ പോകുന്നുള്ളൊരു ദൃഢ നിശ്ചയത്തിലാണ് ഞാൻ നിൽക്കുന്നത്. നാളെ കണ്ടാ മതി. ഗീസ് അപ്പൊ എന്തായാലും മറ്റേ നമ്മുടെ സർപ്രൈസ് ഒരു സാധനം വരുന്നുണ്ട്. അത് ഇതുവരെ അവന്മാര് വന്നില്ല. ഇപ്പൊ വരും എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഗീസ് അങ്ങനെ നമ്മൾ ഒരു ചായ കുടിക്കാൻ വന്നിട്ടുണ്ട്. ഇന്നും കൂടെ ചായയും കടിയൊക്കെ ഉള്ളു. നാളെ തൊട്ട് എണ്ണ കടികളൊന്നും ഇല്ല. ഗീസ് അപ്പൊ നമ്മൾ ചായ കുടിക്കാൻ വന്നിട്ടുണ്ട്. അപ്പൊ ഒരു ചായ കുടിച്ചിട്ട് വരാം. അങ്ങനെ ബൂസ്റ്റ് ഒക്കെ ഇട്ട് ഒരു ചായ അങ്ങോട്ട് കുടിക്കുക അല്ലേ? അതെ എന്തിനാ അടി? നിന്നെ കൊണ്ട് എങ്ങും പോകാൻ പറ്റൂലല്ലേ? ഇളക്കിയതാ? നിന്റെ ഫോൺ ഇട്ടാ? ക്രെഡിറ്റ്. ഗീസ് അങ്ങനെ ചായ കുടിച്ചിട്ടുണ്ട്. ചായ കുടിച്ചിട്ട് അടുത്തായിട്ട് ചെറുക്കനെ കൊണ്ട് ആശുപത്രി പോകണം. നിനക്ക് എന്താ കൈ? ഇവന്റെ കൈ അന്ന് നമ്മുടെ ഓണത്തിന് മുമ്പ് കംപ്ലൈന്റ് ആയതാണ്. കംപ്ലൈന്റ് ആയി? എങ്ങനെയാടാ? ബേക്കിലിരുന്നാര് നിന്റെ വണ്ടിയുടെ? വെറുതെ അല്ല, നീ പറഞ്ഞപ്പോഴേ തോന്നി. നീ ഇല്ല. പിന്നെ ഇവന്റെ ഒരു ലൈസൻസിന്റെ കാര്യമുണ്ട്, അത് തിരക്കാൻ പോണം. പിന്നെ ഇപ്പൊ നമ്മൾ ചായ ഒഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ കൊറിയറിന്റെ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. 10 മിനിറ്റിൽ കളർ വരുമെന്ന് പറഞ്ഞ്. അല്ല, ലൈസൻസ് ഇവന് 2 ലൈസൻസ് ഉണ്ട്. അതായത് വേറെ ലൈസൻസ് ഇവന്, അതായത് ഹെവി എടുക്കാനായിട്ട്. അതെ ഹെവി എടുക്കാൻ. അതെ കേട്ടില്ല. ഓക്കെ, കേട്ടില്ല. ഇവന് ഹെവി ലൈസൻസ് എടുക്കാനായിട്ട് ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പൊ അതുകൂടെ കഴിഞ്ഞിട്ട് ഇവനെ കൊണ്ട് ആശുപത്രി കാണിച്ചിട്ട് നമുക്ക് കൊറിയർ എടുത്തോണ്ട് വീട്ടിലോട്ട് പോകാം. ഗേസ് അപ്പൊ നമ്മള് ഇവിടെ തറട്ട ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ രോഗി എവിടെയാണ്? ഇവിടെ കാണിക്കുമെന്തോ കാര്യം. ഇവന് കാർഡ് മഞ്ഞ കാർഡാണ്. മൃഗാശുപത്രി കൊണ്ടുവരെ എടുക്കോളൂ. ഇതപ്പോ എന്തായാലും നമുക്ക് ഇവനെ കാണിച്ചിട്ട് അങ്ങനെ OP എടുക്കാൻ പോയപ്പോ 5 രൂപ കൊടുക്കണം. അപ്പൊ ഞാൻ അവന്റെ അടുത്ത് നീ നേഴ്സിനെ പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ ചില്ലറ മേടിച്ചോണ്ട് വരാന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഏത് ഗീസ് അങ്ങനെ നമ്മൾ 10 രൂപ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഗീസ് അങ്ങനെ തക്കിടുതോ അവിടെ ക്യൂ നിപ്പോണ്ട്. ഇവിടെ വേറെ ആർക്കെങ്കിലും കാണിക്കണോ? ഇവനെ കാണിക്കണം. നിനക്ക് കാണിക്കണോ? പക്ഷെ നിനക്ക് ഇവിടെ കാണിച്ചിട്ട് കാര്യമില്ല. 5 രൂപ മടിക്കുള്ള മരുന്നുണ്ട്. നല്ല ചാട്ടവാറിട്ട് അടി. പണിക്ക് പോകാനുള്ള മരുന്നുണ്ട് ഇവന് കൊടുക്കണേ. അപ്പൊ നീ ഇപ്പൊ എന്ത് ചെയ്യാ? ചേട്ടപ്പ ഇവിടെ പണിക്ക് പോയിട്ട് വന്നതാ? ചേട്ടാ ഇവിടത്തെ പണി കഴിഞ്ഞ് വന്നതാ? ഇവനെ കണിയുണ്ട് പിന്നെ ആശുപത്രി. എന്തായാലും നമുക്ക് തക്കുടൂനെ കാണിച്ചിട്ട് ഇറങ്ങാം. അപ്പതാ പിടിച്ചൊക്കെ നോക്കിയപ്പോഴത്തേക്ക് കൈക്ക് അനക്കമുണ്ട്. അടുത്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്തായാലും പോയി എക്സ്റേ എടുക്കാൻ പറഞ്ഞല്ലേ? വേദന ഇല്ലല്ലേ? വേദന ഇല്ലെങ്കിൽ കൈങ്ങറ. അപ്പൊ നമുക്ക് എന്തായാലും എക്സ്റേ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പോയി ഒന്ന് എക്സ്റേ എടുത്തിട്ട് വരാം. ഗീസ് അങ്ങനെ എക്സ്റേ എടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് വരുന്നുണ്ട്. ഹാപ്പി ആയോ? നമുക്ക് കൊണ്ടുപോയിട്ട് എന്താണ് കംപ്ലൈന്റ് എന്ന് ചോദിക്കാം. കൈക്ക് നീ പോയി കാണിച്ചിട്ടില്ലേ? നീ അത് കാണിച്ചിട്ടില്ല കേസ്. അപ്പൊ നമുക്ക് എന്തായാലും അവര് വിളിച്ചിട്ടുണ്ട്. കേറ വേട്ട വളിയാ. അല്ല, അവനെ ഒറ്റയ്ക്ക് പറഞ്ഞു വിട്ടാ. യാസീനുണ്ട്, റിജാസ് ഉണ്ടാ കേസ്. അപ്പൊ നമുക്ക് എന്തായാലും പോയി സാധനം എടുത്തിട്ട് വരാം കേസ്. അപ്പൊ അവര് പുറകെ വരെയാണ്, കൊറിയറുകാര് പുറകെ വരെയാണ്. വീട്ടിൽ വന്ന് ഇൻസ്റ്റാൾ ചെയ്യേണ്ട സാധനം ആവുകൊണ്ട് അവര് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇനി വീട്ടിലോട്ട് പോവാം. ഉമ്മാരുടെ അടുത്ത് പറഞ്ഞിട്ടില്ല, അങ്ങോട്ട് പോവാം കേസ്. അങ്ങനെ നമ്മൾ വീടെത്തിയിട്ടുണ്ട്. സാധനം ഒന്നുമില്ല, അവരെ കയ്യിരിപ്പുണ്ട് കേട്ടോ. അൺബോക്സ് ചെയ്യാണ് നമ്മൾ. TV അൺബോക്സ് ചെയ്യാണ്. ഒരു പിച്ചാത്തി എടുത്തോണ്ട് ഓടിയോ? TV കൊള്ളാം. എങ്ങനെ കൊള്ളാം. ഇത് എവിടെയെങ്കിലും വെക്കണം. എവിടെ വെക്കും? ഇത് ആ സാധനം ഇളക്കിയാൽ മതി. നടുക്കത്ത് അവിടെ വയ്ക്കാം. ഈ TV ആണ്. ഇനി വീഡിയോ ഒക്കെ TV കാണാം. അതെ, ആ സോഫ ഇങ്ങോട്ട് ഇട്ടിട്ട് TV അവിടെ വയ്ക്കാം. അപ്പൊ നമുക്ക് TV അല്ല, ഇവിടെ ഇരുന്നേ നല്ലത്. ഇങ്ങനെ നേരിട്ട് കാണാൻ ആള് നിങ്ങൾ കൊള്ളാം. നിങ്ങളില്ലേ? നിങ്ങൾക്ക് കാണാനാണ് TV. ഇൻസ്റ്റാളേഷൻ
വാപ്പ വന്നിട്ടുണ്ട്. എന്താണ് മനസ്സിലായ? ഇല്ലേ? ടി വി ഓക്കെ. ഒരു ടി വി മേടിച്ച്. എന്ത് ഉമ്മ കാണൂലെന്നാ? എന്തിനാ പറഞ്ഞല്ല? എന്തിനു പറഞ്ഞ? അല്ല കാണില്ലെന്ന് ഉറപ്പാണാ? അല്ല ഇനി കാണുന്നത് വീഡിയോയിൽ നിന്ന് വരരുത്. എന്തിനായി? ഇഷ്ടപ്പെട്ടാ? ടി വി മേടിച്ചു. വാപ്പാക്ക് വാർത്ത കാണാം. ടി വി മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? അതെ ഗെയ്സ്, അങ്ങനെ നമ്മള് എന്താണ് ടി വി ഒക്കെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് നമ്മളിതാ കുറച്ച് കസേരയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോകുന്നുണ്ട്. അതായത് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു അമ്മൂമ്മയുടെ എന്തിനാ എത്രത്തെ ആണ്ടാ ഇവന്റെ അമ്മൂമ്മയുടെ ആണ്ട്. അപ്പോഴത്തേക്ക് കുറച്ച് കസേരയും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ഇവൻ വിളിച്ച് ഇത് കഴിഞ്ഞിട്ട് പൊറോട്ട ഇറച്ചി മേടിച്ചിട്ടാന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാരും കൂടെ പോവാണ്. മതി ബീഫ് എങ്കിൽ ബീഫ്, നമുക്ക് അങ്ങനെയൊന്നുമില്ല. അപ്പൊ നമുക്ക് എന്തായാലും പോയി കുറച്ച് കസേര ഇടുന്നുണ്ട് അവിടെ കൊണ്ടിട്ടിട്ട് കൊണ്ടിടാം. അവിടെ കസേര എടുത്ത് അവിടെ കൊണ്ടിടാം. ഓ കൈവയ്യാത്ത ചെറുക്കനെ കൊണ്ട് പണിയെടുപ്പിക്കണമെന്ന് കമന്റ് വരൂടെ? അടുത്ത തീർന്നാ? വേണ്ട നമ്മള് ആളുമായിട്ട് വരാം. ചെല്ലി. ഡേ നിന്റെ ഇനി ടേബിളൊക്കെ ഉണ്ടോ? എന്തൊക്കെയുണ്ട്? വേറെ എന്തൊക്കെയുണ്ട്? ഒന്നാ അതിലും ഭേദം കൊണ്ടുപോകാതിരിക്കണല്ലേ ഇരുന്ന അതിനെ രാത്രി അയ്യേ മൈനസ്. രാത്രി തക്കടും ഞാനും കൊണ്ടുപോയി വേണ്ട. ആര് ജയിക്കുമെന്ന് നോക്കാം. ആര് ജയിക്കൂടാ? ആര് ജയിക്കും? ഞാൻ ജയിക്കും. ആര് ജയിക്കും? അപ്പൊ നമുക്ക് നോക്കാം ആര് ജയിക്കും. 3 hours later. അടുത്ത മൈനസ്. ഞാൻ ഇപ്പൊ ക്യാമറ ഓണാക്കിയാൽ നീ മൈനസ് ഇട്ടാണല്ലേ തക്കട്. ഇത് പിടിച്ചേടാ ജയിക്കും. എനിക്ക് പോണോ? ക്യാമറ കണ്ടിട്ട് നീ തോപ്പിക്കൂ. അടി കുഞ്ഞിളമ്പാവേ കഥ കേട്ട്. ക്യാമറ ഓഫാടാ. ക്യാമറ ഓണാക്കി ഭയങ്കര കളിയാ. ഒരു 1 ബില്യൺ ഒരു 1000 ഫോളോവേഴ്സ് ഉള്ള ഒരാൾ 1000 അവർക്ക് വിഷമാവും എന്നുള്ള ഇത് കാരണം ഞാൻ ജയിപ്പിച്ചു കൊടുത്തു. കാരണം അയാൾ ഇട്ട് ജയിച്ചല്ല, ഞാൻ ഇട്ട് ജയിപ്പിക്കുകയാണ്. സാക്രിഫൈസ് ആണോ? ഇതിൽ ഞാൻ ജയിച്ചിരിക്കും. Meanwhile, അപ്പൊ റൗണ്ട് 2 നമുക്ക് നോക്കാം ആര് ജയിക്കുമെന്ന്. ജയിക്കാനായപ്പോ ക്യാമറ ഓൺ ആക്കിയേ. ജയിച്ചിട്ടില്ല. ക്യാമറ ഓൺ പോലല്ല, ജയിച്ചിട്ടില്ല ഗൈസ്. കള്ളത്തരമാണ് കാണിക്കുന്നത്. ജയിച്ചിട്ടില്ല ഗൈസ്. ജയിച്ചെന്ന് പറഞ്ഞു ഇപ്പൊ നിങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി അയ്യോ ഇക്കാരെ പറഞ്ഞപ്പോ മോനെ ഇവന്മാരറിയാത്ത രഹസ്യമുണ്ട് ഗൈസ്. അപ്പൊ നമ്മുടെ വീട്ടിലെ ഒരു കുട്ടി സബ്സ്ക്രൈബർ വന്നിട്ടുണ്ട്. പേരെന്താ? ഈ സമയം കുറെ നാളുകൊണ്ട് വീട്ടുകാരത്ത് പറയണേ എന്നെ കാണണം. പിന്നെ ഇവിടെ ഉള്ള നമ്മുടെ അരുണണ്ണൻ എന്ന് പറയും. അരുണണ്ണന്റെ വീടിന്റെ അടുത്താണ്. അപ്പം ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടെടാ നീ ഒന്ന് പോയി അവനെ കാണണം എന്ന് പറയാറുണ്ട്. അങ്ങനെ വന്നിട്ടുണ്ട് അല്ലേടാ? ഹാപ്പി ആയോ? കുറെ നാളുകൊണ്ട് പറയാണ്. ഇതാണ് അവന്റെ വാപ്പ അല്ലേ? പേരെന്തിനാണോ? അപ്പൊ വന്നിട്ടുണ്ട്. ഇതാരടാ? ഇതാരാണ്? ഉമ്മ വാപ്പ എല്ലാരെയും അറിയാൻ കേട്ടാ. അവൻ അങ്ങനെ വന്ന് നമ്മുടെ സബ്സ്ക്രൈബറോട് വന്നിരിപ്പുണ്ട്. അവന് ചെറിയൊരു ഗിഫ്റ്റ് നമുക്ക് കൊടുക്കാം. ഒരെണ്ണം ഉണ്ടാ? ഇരിക്കട്ട്. ഒരെണ്ണം അവിടെ ഇരിക്കട്ടെ. നിന്റെ ഇരിക്കണ കളർ ഏത്? ചോപ്പ്. ഇതേത്? വെറൈറ്റി. ഹാപ്പിയായോ? ഹായ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ ബ്ലോഗിലോട്ട് സ്വാഗതം ഗൈസ്. നമ്മളോടൊപ്പം ഉള്ളത് അഫ്നാസ് അല്ലേ? റെയ്ഹാൻ. റെയ്ഹാനാ? എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ പേര് റെയ്ഹാൻ എന്നാണ് ഗൈസ്. അപ്പൊ നമ്മുടെ റെയ്ഹാൻ ഉണ്ട് നമ്മുടെ കൂടെ. ഇവൻ കാണാത്ത ഒരു വ്ളോഗില്ല ഗീസ്. ഓരോ വ്ളോഗും കണ്ടിട്ടുണ്ട്. നീ ഇനി കാണാത്ത എന്തെങ്കിലും വ്ളോഗ് ഉണ്ടാടാ? എല്ലാ വ്ളോഗും അവൻ കണ്ടിട്ടുണ്ട്. ഇവിടെ A to Z, എൻ്റെ വീട് A to Z എല്ലാം അവനറിയാം. ഇവിടെ എന്തൊക്കെ ഉണ്ട്, എന്തൊക്കെ മേടിച്ചിട്ടുണ്ട്. ഓരോ സാധനം കാണുമ്പോഴും ഓരോ വീഡിയോസ് പറയാണ്. ഭയങ്കര സന്തോഷമായിട്ടുണ്ട് വന്നതിൽ. അവനിവിടെ അറിയാത്തൊന്നുമില്ല. ഉമ്മ, വാപ്പ, അനിയൻ, അതുപോലെ ഞാൻ ഈ അലമാര മേടിച്ചത്, അതുപോലെ ഇത്,
അതുപോലെ വീട് പെയിന്റ് അടിച്ചത്, തറ പെയിന്റ് അടിച്ചത് ഉമ്മായാണ്, അതുപോലെ പടം വരച്ചത് എല്ലാം. പിന്നെ താണ്ട് ഈ മേളിലിരിക്കുന്ന ഈ സാധനങ്ങളെ വീഡിയോ, എല്ലാ വീഡിയോസും അവൻ കണ്ടിട്ടുണ്ട് അല്ലേ? ട്രൂ സബ്സ്ക്രൈബർ. അപ്പോൾ എന്തായാലും അവൻ വന്നിട്ടുണ്ട്. നീ ഹാപ്പി അല്ലടാ? അതെ, ഞാനും ഹാപ്പി ആയി ഗീസ്, ഒരുപാട്. ഗീസ് അങ്ങനെ ആ പയ്യൻ പോയിട്ടുണ്ട്. റെയ്ഹാൻ എന്നാണ് പേര് അല്ലേ മാ? എന്ത് തോന്നി? റെയ്ഹാൻ ഞാൻ രണ്ടാമത് ചോദിച്ചു. എന്ത് തോന്നുന്നു? കൊള്ളാല്ലേ? അവൻ അറിയാത്ത എന്തേലും ഉണ്ടാ? ഒന്നുമില്ല, കറക്റ്റ് കാണിച്ച്. അപ്പൊ എന്ത് തോന്നി? അവന് എല്ലാ കാര്യങ്ങളും അറിയാം, അവന് സന്തോഷായി. ഈ സന്തോഷമായിട്ട് അവൻ പോയിട്ടുണ്ട് ഗീസ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി രണ്ടാമത്തെ ചലഞ്ച് നാളെ എടുക്കുന്നതായിരിക്കും ഗീസ്. പറ്റിയാൽ അങ്ങോട്ട് ഇനി ഡെയിലി വ്ളോഗ്സ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ചലഞ്ചസ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചലഞ്ചസ് ഒക്കെ അല്ലെങ്കിൽ വീഡിയോയിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്താനുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമന്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഗീസ് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗ് ഇത്രയുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ. മറ്റൊരു കിടക്കാച്ച് വ്ളോഗായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ഗീസ്, ലവ് യു ഓൾ, ടാറ്റാ.